മര്യാദയ്ക്കൊന്നും ആവില്ല. ബാത്റൂമിൽ പോയപ്പോ ക്ലോസറ്റ് ചാടിയതാവും, അവിടെ നിർത്ത് വളർത്തിയിട്ടുണ്ടാവും. അല്ലാതെ ഇവനോടൊക്കെ എന്ത് പറയാനാ? പറയാതിരിക്കാൻ പറ്റില്ല. കുറെ ആയി ഇവനെ സഹിക്കാൻ തുടങ്ങിയിട്ട്. പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് ഇമാതിരി അന്തം വിട്ട പരിപാടികൾ വിളിച്ചു പറയാ. ഇയാള് മതിലി കഥ ഉള്ളുകൾ പറ, എത്രണ്ണത്തിനൊപ്പം പോയി, അവിടെ എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളത്. അപ്പൊ ചോദിച്ചാൽ പറയില്ല ഞാൻ കുറെ ആൾക്കാരുടെ ഒപ്പൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത്. പോണോടത്തൊക്കെ എന്ത് സെറ്റപ്പും പരിപാടികളും പരിവാരങ്ങളും. അവർക്ക് ഇത്ര ഇയാളെ പോലത്തെ വിവരക്കേട് ഉണ്ടായിരുന്നില്ലാന്ന് എനിക്ക് തോന്നുന്നത്. സത്യം. എടാ മണ്ടേഷ്, ഞാൻ ഒരു കാര്യം, ഇവൻ ശരിക്കും എന്താ പറയാ, മൈത്രേൽ എന്ന് പറയുന്ന ഐറ്റം ഇയാള് ശരിക്കും എന്താ പറയാ, എനിക്ക് മറ്റേ ആ ശ്രീനിവാസന്റെ ഒരു സിനിമ അല്ലേ, ശ്രീനിവാസൻ ശബരിമലയിൽ പോയി തിരിച്ചു വരും, കമ്മിറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല, അധ്വാനിക്കാൻ വയ്യ, ഒരു പൈസ കിട്ടണത് വെറുതെ ഇരുന്ന് വായ്ത്താളം അടിച്ചിട്ട് ലോകത്ത് ആർക്കും ഇല്ലാത്ത കുറെ കോൺസെപ്റ്റ് കൊടുത്ത് തലയിൽ വെച്ചിട്ട് അതിങ്ങനെ ഛർദ്ദിച്ച് കളയണം. ഇപ്പത്തെ ഒരു നമ്മളെ സോഷ്യൽ ഫാബ്രിക്കിന് വളരെ കോട്ടം തട്ടുന്ന രീതിയിലുള്ള കുറെ ചിന്താഗതികളാണ് ഇയാൾ കൊണ്ടുനടക്കുന്നത്. സീക്രട്ട് മൈത്രേന് കണക്കിന് കൊടുത്തിട്ടുണ്ട്. ശേഖാര വർഷം തന്നെ അല്ലായിരുന്നോ? ജിത്തുബായുടെ ഒക്കെ ചില ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മൈത്രേൻ ഇനി മൈക്കിന് മുമ്പിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പരിപാടിക്കും പുള്ളി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ടുള്ള ത്രാണിയും അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കണക്കിന് കൊടുത്തിരിക്കുന്നു. അഖിൽമാരാർ ശരിക്കും പറഞ്ഞാൽ സീക്രട്ടേജന്റിനെയൊക്കെ കൂട്ടിയിട്ട് മൈത്രേനെ വെല്ലുവിളിക്കാൻ വേണ്ടി പോകണമെന്ന് ഞാൻ പറയുന്നത്. പിന്നെ മൈത്രേൻ പുറത്തിറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാളുകളും കൂടെ പോയിട്ട് അങ്ങ് ഉപദേശിച്ചു കഴിഞ്ഞാൽ, ശേഖാര വർഷം നടത്തി കഴിഞ്ഞാൽ പുള്ളി പിന്നെ പരിപാടിക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റേ ഈ മൈത്രേൻ്റെ ഇന്റർവ്യൂവിൽ മൈത്രേൻ ഈ സെക്സിനെ കുറിച്ചിട്ടൊന്നും പറയുന്നത് തന്നെ ഇല്ല. അയാളുടെ കുറെ രീതികളൊക്കെ പറയാണ്. ഇവന്മാരുടെ ജൽപ്പനത്തിൽ അങ്ങോട്ട് അയാളുടെ കഥകൾ അങ്ങോട്ട് മെനയാണ്. എന്തൊരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഇടും. സായിയൊക്കെ മറ്റേ ഈ സദാചാരം ഗുണ്ടായിസൊക്കെ വരുമ്പോഴത്തേന് വീഡിയോ ഇട്ട് ഇങ്ങനെ മാസ് കാണിക്കാറുണ്ടല്ലോ. ആ ആളുകൾ ഒഫൻഡഡ് ആവുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഒഫൻഡഡ് ആയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാളുടെ ഒരു മൊറാലിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നിങ്ങളവിടെ വന്നിട്ട് അയാളെ അപവാദം പറയുന്നു, ഷെയിം ചെയ്യുന്നു, അയാളുടെ അമ്മയ്ക്ക് പറയുന്നു. ഇതേ രീതി തന്നെയാണ് ഈ സദാചാര ഗുണ്ടായിസം എന്ന് പറയുന്നത്. ഏതെങ്കിലും ആണും പെണ്ണും നിൽക്കുന്ന സമയത്ത് അവിടെ വന്ന് വൃത്തികേട് പറയുന്നവന്മാരെ പോലെ റേഞ്ചേ ഉള്ളൂ നിങ്ങൾക്ക്. വായ്ത്താളം അടിച്ചിട്ട് ലോകത്ത് ആർക്കും ഇല്ലാത്ത കുറെ കോൺസെപ്റ്റ് കൊടുത്ത് തലയിൽ വെച്ചിട്ട് അതിങ്ങനെ ഛർദ്ദിച്ച് കളയണം. ഇപ്പത്തെ ഒരു നമ്മളെ സോഷ്യൽ ഫാബ്രിക്കിന് വളരെ കോട്ടം തട്ടുന്ന രീതിയിലുള്ള കുറെ ചിന്താഗതികളാണ് ഇയാൾ കൊണ്ടുനടക്കുന്നത്. മൈത്രേന്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈത്രേനൊപ്പമുള്ള ആരാണോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആങ്കർ, അവർക്ക് ഒരു റെസ്പെക്റ്റും കൊടുക്കാറില്ല. സീക്രട്ട് ഏജന്റ് മൈത്രേനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് എന്ന് ചിലപ്പോൾ ആദ്യത്തെ 1-2 സെന്റൻസ് കേട്ട സമയത്ത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇടയ്ക്ക് ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് അയാളോട് തന്നെയാണോ പറയുന്നത് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലേക്കുള്ള 1-2 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടായിരുന്നു. ഈ മൈത്രേൻ ഒരു പൊതുജന ശല്യമായിട്ട് കുറേയധികം ആളുകൾ കരുതുന്നുണ്ട്. എങ്ങനെയാണ് അയാൾ നമുക്ക് ശല്യമാണെന്ന് നമുക്ക് തോന്നുന്നത്? നമ്മുടെ ചില വളരെ റിജിഡായിട്ടുള്ള ചില ബിലീഫുകളൊക്കെ അയാൾ വന്നിട്ട് സിമ്പിളായിട്ട് അങ്ങ് അടിച്ചിട്ടിട്ട് പോകും. ഈ മൈത്രേന് ഫാൻസ് ഉണ്ടോ? എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഞാൻ അങ്ങേരുടെ ഫാൻസ് ഒന്നുമല്ല. അങ്ങേര് പറയുന്ന കാര്യങ്ങൾ, കുറേയധികം ആളുകൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കാറുണ്ട്, അതേപോലെ തന്നെ കേൾക്കാറുണ്ട്. എല്ലാത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ എടുക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്ക്. നിങ്ങൾ വിചാരിക്കാത്ത തരത്തിലേക്കുള്ള എൻ്റെ ആശയങ്ങളുമായിട്ട് ഒട്ടും പൊരുത്തപ്പെടത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്ന, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ആളുകളെയൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അവരിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എടുക്കാറുണ്ട്. ഒരു മാസം ഏകദേശം എനിക്ക് ഒരു 3000-4000 കിലോമീറ്റർ അടുപ്പിച്ചൊക്കെ വണ്ടി ഓടിക്കേണ്ടി വരാറുണ്ട്. മറ്റേ ഡ്രൈവിങ് ജോലിയൊന്നും ആയതുകൊണ്ടല്ല, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ ഡ്രൈവ് ടു ലീവായി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയങ്ങളിലൊക്കെ ഇത്ര മണിക്കൂറുകളിൽ ഞാൻ പലപ്പോഴും പല ആളുകളെയും കേൾക്കാറുണ്ട്. ഈ എല്ലാ ആൾക്കാരും പറയുന്ന ഈ എല്ലാ കാര്യങ്ങളും ആരും അങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങത്തൊന്നുമില്ല. നമ്മൾ അതിൽ നിന്ന് വേണ്ടത് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒത്തിരിയധികം ആൾക്കാരെ സ്ഥിരമായിട്ട് ഞാൻ കേൾക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, മൈത്രേൻ പറയുന്ന കുറേയധികം കാര്യങ്ങൾ ഗുണമുള്ള കാര്യങ്ങളാണ്. റിയാലിറ്റിയാണ് പറയുന്നത്, പച്ചക്കാണ് പറയുന്നത്. അത് നമ്മുടെ കുറച്ച് റിജിഡായിട്ടുള്ള ബിലീഫ്, നമ്മുടെ ചില പിടിവാശികൾ, അതിനൊക്കെ കോട്ടം വരുത്തുന്നതാണ്. അതിലൊന്നാമത്തെ കാര്യം വേണമെങ്കിൽ പറയാം, ഈ ഫാമിലി. മൈത്രേൻ പറയുന്ന ആ ഒരു ഫാമിലി കോൺസെപ്റ്റ് നമുക്ക് യോജിക്കാൻ പറ്റുമോ? നമുക്ക് യോജിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നല്ല സ്വാർത്ഥനാണ്. എൻ്റെ ഭാര്യ, എൻ്റെ വീട്, എൻ്റെ സമ്പാദ്യം, അല്ലെങ്കിൽ എൻ്റെ പറമ്പ്, എൻ്റെ പറമ്പിൻ്റെ അതിര്, എനിക്ക് നേടേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് മക്കളുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ വളർത്തണം,
നമ്മുടെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകണം, പെങ്ങന്മാർ അല്ലെങ്കിൽ കസിൻസ് അവരൊക്കെ എങ്ങനെ എന്നെ കാണണം, ഞാൻ എങ്ങനെ അവരെ കാണണം എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ആളുകളിലേക്കുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെയാണ്. നമ്മളത് മാറ്റാനായിട്ട് റെഡിയാണോ? കുട്ടിയെ നോക്കാൻ വേണ്ടി മാത്രമാണ് മാരേജ് എന്ന് പറയുന്ന ഒരു യൂണിയൻ. ആ ഒരു കുട്ടി സ്വന്തം കാലിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു കുടുംബം പിരിച്ചുവിടാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? ശരിക്കും പറഞ്ഞാൽ സ്വതന്ത്രരായിട്ട് ആളുകൾ ജീവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. നമ്മൾ അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കൽ ആഗ്രഹിക്കുന്നില്ലെന്നേ. അത് നമ്മുടെ സ്വാർത്ഥതയല്ലേ? നമ്മളങ്ങനെ കുട്ടിയെ അങ്ങനെ അടിച്ചു വിടാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അവൻ അല്ലെങ്കിൽ അവൾ നമ്മുടെ സംരക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സംരക്ഷണയിൽ നിൽക്കണം എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. സ്നേഹം കൊണ്ടാണ് എന്നൊക്കെ പറയും, സ്നേഹം കൊണ്ടാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ചില സമയത്ത് ഈ ഒരു സ്നേഹമൊക്കെ അവരുടെ സ്വാതന്ത്ര്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റമായി മാറാറുണ്ട്. എന്നാലും എപ്പോഴും എല്ലാ ആൾക്കാരും ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത് അത്ര സ്നേഹമുള്ള രീതിയിലൊന്നും ആയിരിക്കില്ല. ടോക്സിക് പേരൻറ്റിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ കമൻറ്റ് ബോക്സ് നിറയുന്നത് ഈ സ്നേഹം ഉള്ളതുകൊണ്ടാണോ? അല്ല, ചില കുടുംബങ്ങളിൽ ആ ഒരു സ്നേഹമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു കാലത്തൊന്നും അങ്ങനെ സ്നേഹം കൊടുക്കുന്നത് പോലെ എന്തോ മോശമായിട്ടുള്ള കാര്യമായിരുന്നു എന്നൊക്കെ ആൾക്കാർ വിചാരിച്ചിരുന്നു. അച്ഛൻ, അമ്മ, ഫാമിലി സെറ്റപ്പ്, മൊത്തത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാനടക്കമുള്ള ആളുകൾ അതൊക്കെ ഉണ്ട് എന്ന് സമ്മതിക്കാറുണ്ട് എന്നുണ്ടെങ്കിലും നമ്മളായിട്ട് അതിലൊരു മാറ്റമൊന്നും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറില്ല. കാരണം നമുക്ക് സ്വാർത്ഥതയുണ്ട്. എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എന്നെ എല്ലാവരും കൂടുതൽ സ്നേഹിക്കണം, ഞാനല്ലാതെ മറ്റൊരു സ്നേഹം അവർക്ക് ഉണ്ടാവരുത്. ഇപ്പോഴും അഡൾട്ടറി സ്ട്രക്ക് ഡൗൺ ചെയ്തതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഭാര്യയ്ക്ക് ഭർത്താവിനൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ശിക്ഷിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ പിന്നീടല്ലേ മനസ്സിലായത് അങ്ങനെ ശിക്ഷിച്ചിട്ട് എന്താണ് കാര്യം? പോണവർ പോട്ടെ എന്ന് വയ്ക്കണം. ഇപ്പോൾ പോണ ഒരാളെ ശിക്ഷിച്ചോ അല്ലെങ്കിൽ ഉപദേശിച്ചോ പിടിച്ച് കൂടെ നിർത്തി കഴിഞ്ഞാലും നമുക്ക് മാത്രമായിട്ട് അനുഭവിക്കേണ്ടത് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പാർട്ട്ണർഷിപ്പ് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ പോണതല്ലേ നല്ലത്. നമ്മളങ്ങനെ റിജിഡ് ബിലീഫുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ മൈത്രേനെ പോലെയൊക്കെയുള്ള ഇഷ്ടം പോലെ ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. നമ്മൾ ഒഫൻഡഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾ പറയുന്ന കാര്യങ്ങൾ അയാൾ പറഞ്ഞിട്ടങ്ങ് പോയിക്കോളും. അത് സമൂഹത്തിൽ ഒരു ദൂഷ്യമുണ്ടാക്കുന്ന കാര്യമല്ല എന്നുള്ളത് കോമൺ സെൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്കതൊന്നും പ്രാക്ടിക്കലായിട്ട് നടത്തിയെടുക്കാനൊന്നും പറ്റത്തില്ലായിരിക്കാം. പക്ഷെ അയാൾ പറയുന്നത് പറഞ്ഞിട്ട് പോട്ടെ. ഇങ്ങനെ വെറുതെ ഈ സമൂഹത്തെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ചിട്ടുമൊക്കെ നമ്മളെപ്പോലുള്ള സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ വിട്ടിട്ട് വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കാനായിട്ടും എല്ലാ കാലത്തും മനുഷ്യന്മാർ വേണം. അങ്ങനെയുള്ളൊരു വലിയ സർവീസാണ് പുള്ളി ചെയ്യുന്നത്. പലപ്പോഴും അയാൾ സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് ചില ഇൻപുട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അയാൾ ഒത്തിരി അടുത്തുനിന്ന് കേട്ട് പഠിച്ച് വന്ന് പറയുന്ന കാര്യങ്ങളാണ്. ആ മനുഷ്യനെ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. വളരെ സാധുവായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും അജണ്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി അത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് ഒരു മര്യാദ ഇല്ലാതെ തിരിച്ച് നല്ല മറുപടി പറയും. കാരണം പുള്ളിക്കാരൻ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഒഫൻഡഡ് ആവേണ്ട ആവശ്യം എന്താണ്? നമ്മുടെ ചില പിടിവാശികളൊക്കെ ഉണ്ട്. സമൂഹത്തിൽ സിസ്റ്റത്തിന് ഗുണമുള്ള കാര്യങ്ങൾ പറയുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ പെരുമാറണം, ഇങ്ങനെ പെരുമാറണം. എന്തിനവരങ്ങനെ പെരുമാറിയിട്ട് നമ്മളെന്തിനാണ് അവരെ വല്ല ദൈവമാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടോ? അവർ പറഞ്ഞിട്ട് പോട്ടെ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ പറയുന്നതിൽ നിന്നും ആര് പറയുന്നതിൽ നിന്നും നമുക്ക് എടുക്കാം. ഇവർ സംസാരിക്കട്ടെന്നേ. ഇങ്ങനെയുള്ള പല ആളുകൾ വന്ന് കാര്യങ്ങൾ സംസാരിക്കട്ടെ, അവതരിപ്പിക്കട്ടെ. മനുഷ്യന്മാരൊന്നും ഉള്ള വാവകളൊന്നും അല്ലല്ലോ ഇതൊക്കെ അതേപടി വിഴുങ്ങാൻ വേണ്ടി. പിന്നെന്തിനാണ് ഒഫൻഡഡ് ആവുന്നത്? ഇന്നലെ ഒരു ജ്യേഷ്ഠനും അനിയനും കൂടെ ചാനൽ ചർച്ചയിൽ പറഞ്ഞതുപോലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷനോ സ്ത്രീ വിരോധമോ വിദ്വേഷമോ അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ലല്ലോ മൈത്രേയൻ പറയുന്നത്. അയാൾ ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില വീക്ഷണങ്ങൾ പറയുകയല്ലേ. അത് നമുക്ക് കേട്ടാൽ എന്നാ പ്രശ്നം? കേൾക്കുന്നതിന് എന്നാ പ്രശ്നം? അയാളോടത്ത് ചോദിക്കാൻ ആൾക്കാരുണ്ടെന്നേ. ആ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്കറിയാം ആ ഒരു ഉത്തരങ്ങൾ കേൾക്കാനായിട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ടെന്ന്. പിന്നെ എന്തിനാണ് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഒഫൻഡഡ് ആവുന്നത്? അത്ര പേടിക്കണം എന്തിനാണ്? കേട്ട് കള. ആരെടുത്ത് തല വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ പലതരത്തിൽ ചെയ്യാൻ തുടങ്ങി 50 വർഷമായി. അപ്പോൾ അത്രത്തോളം കേരളത്തിനെയും കേരളത്തിലെ ജനതയും ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ എനിക്ക് അറിയാവുന്ന, ഞാൻ എന്തായാലും പോകാത്തൊരു ജില്ലയില്ല, പിന്നെ എനിക്ക് പോകാത്ത ഗ്രാമങ്ങളുണ്ട്. അതല്ലെങ്കിൽ ബാക്കിയുള്ള ഒരുവിധമുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആളുകളെ അറിയാം, ജനതയെ അറിയാം, അവരെല്ലാം എന്താണെന്ന് അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു അറിവുണ്ട്. അത് മനുഷ്യരെ നേരിട്ട് അറിയുന്ന അറിവുകൾ. പിന്നെ ഞാനൊരു 4 ദിവസം കൂടുമ്പോൾ പുതിയ
ആരെങ്കിലും വീട്ടിലല്ലേ താമസിക്കുന്നത്. അത്രത്തോളം മനുഷ്യരെ നേരിട്ട് അറിയുന്ന ഒരാളാണ്. ഞാൻ അതിനിടയിൽ ഒരു സംശയം ചോദിച്ചോട്ടെ. അയാള് പല വീടുകളിലും താമസിക്കേണ്ടി വരണല്ലോ. അയാളെ ചിന്താഗതികൾക്ക് അനുസരിച്ച് ജീവിച്ചോ പോരുന്ന ആളുകളെ കൂടെ അല്ലേ ഇയാള് താമസിക്കുന്നത്? അല്ല അല്ല അല്ല, അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ റാൻഡംലി അയാൾ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അക്കോമഡേറ്റ് ചെയ്യാം. അയാൾ അവിടെ പോയിട്ട് അവരുടെ രീതിയിലേക്ക് മാറി ജീവിക്കുന്നതാണ് അയാൾ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം മൈത്രേയൻ ഹാവ് ഗിവൺ 0 കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി. മനസ്സിലായോ? കാരണം ഇത്രത്തോളം ഉപദേശം തരുന്ന ഒരാളല്ലേ. ഞാൻ നേരത്തെ അടുത്ത് അതാ ചോദിക്കാൻ കാരണം, ഇയാൾ എന്താണ് നമ്മുടെ നാടിന് വേണ്ടി ചെയ്തത്? സമൂഹത്തിന് മൈത്രേയൻ എന്ത് കോൺട്രിബ്യൂഷനാണ് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആരെന്ത് കോൺട്രിബ്യൂഷനാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത്? ഫിലോസഫേഴ്സ്, തത്വചിന്തകന്മാർ ഈ അറിവിനെക്കുറിച്ചിട്ടും വിജ്ഞാനത്തെക്കുറിച്ചിട്ടും കാലഘട്ടത്തെക്കുറിച്ചിട്ടും സൊസൈറ്റിയെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ വെറുതെ സംസാരിക്കട്ടെ. അങ്ങനെയുള്ള ആളുകൾ വെറുതെ സംസാരിക്കുമ്പോൾ അവർ സമൂഹത്തിന് എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള ചർച്ചകൾക്ക് അവർ തുടക്കം കുറിച്ചു എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ കാണുന്ന ഒരാൾ എടുത്തു നോക്കി ഇയാൾ സമൂഹത്തിന് എന്ത് കോൺട്രിബ്യൂഷനാണ് കൊടുത്തിരിക്കുന്നത്. അയാളിൽ നിന്ന് എടുക്കാനുള്ളത് മാത്രം നമ്മൾ എടുത്താൽ മതി. അയാളൊന്നും തന്നില്ലെങ്കിലും പരാതി വേണ്ട എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റിയാണ്, ഒരു ചിന്താഗതിയാണ് നമ്മൾ ഒരു പ്രോഗ്രസീവ് സർക്കിളിൽ കൊണ്ടുവരേണ്ടത്. അയാൾ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരികൾ മോഡറേറ്റ് ആയിട്ടുള്ള അളവിൽ ഈ കൊടുത്തൂടെ, അല്ലെങ്കിൽ നിരോധിക്കാതിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യൂ പോയിന്റാണ്. നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. അങ്ങനെയൊക്കെ ചില രാജ്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. എന്താണ് ഇതിൻ്റെ പ്ലസ് ആൻഡ് മൈനസ്? നമ്മുടെ നാട്ടിൽ ഈ വടിയും കുന്തവും തോക്കും പോലീസും എക്സൈസും നിരോധനവും മാധ്യമങ്ങളും ചാനലും എല്ലാവരും കൂടെ ഓടി നടന്നിട്ടും ഇത് കുറയുന്നില്ല. ഇഷ്ടംപോലെ ആൾക്കാർ, ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഫോട്ടോ അടക്കം പത്രത്തിൽ എല്ലാ ദിവസവും വന്നിട്ടും കുറയുന്നില്ല. മറ്റൊരു നാട്ടിലും ഇങ്ങനെ ഫോട്ടോ വീഡിയോ അടക്കം പ്രചരിപ്പിക്കാറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ടും കുറയുന്നില്ലടേ. ഈ മൈത്രേയൻ പറഞ്ഞ കാര്യം ചെയ്തതുകൊണ്ടല്ല ഇതിങ്ങനെ കൂടിക്കൊണ്ട് വരുന്നത്, അത് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള വ്യൂ പോയിന്റുകൾ പറയുമ്പോൾ കേട്ട് നോക്കുക. പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വിദഗ്ധർ പറ്റത്തില്ല എന്ന് പറയുക. നമ്മളെന്തിനാണ് അതിനകത്തേക്ക് സദാചാരം കുത്തിക്കയറ്റാൻ വേണ്ടി പോകണം? നമുക്ക് അറിയില്ല. ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം APJ അബ്ദുൽ കലാം ഇല്ലേ, APJ അബ്ദുൽ കലാം മിസൈൽ മാൻ, അദ്ദേഹത്തിനെ കുറിച്ച് ഇയാൾ പറഞ്ഞെന്ന് അറിയോ? വളരെ മോശമായ കാര്യങ്ങളാണ് ഒരു ഇന്റർവ്യൂവിനകത്ത്, കഴിഞ്ഞ ഇന്റർവ്യൂവിനകത്ത്. അതായത് APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ വ്യക്തി ഇന്ത്യക്ക് തന്ന കോൺട്രിബ്യൂഷൻസ് ഇല്ലേ, അതിനൊക്കെ ഒരുമാതിരി പറ്റങ്ങട്ട് ഷെയിമാക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇയാൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോണ്ടല്ലേ നീ എന്താ ചെയ്തെന്നുള്ള ചോദ്യം ആ സമയത്ത് വളരെ കറക്റ്റ് രാഹുൽ ഈശ്വർ ചോദിച്ചത് നിങ്ങൾ എന്ത് കോപ്പാണ് എന്നുള്ളതാണ്. നീ ആരാ, അതായത് തനിക്ക് എന്താണ്, നീ എന്ത് ചെയ്തിട്ടാണ്? വയസ്സുകൊണ്ട് മാത്രമാണ് പല ആങ്കേഴ്സും ഉണ്ട് തിരിച്ചൊന്നും പറയാതെ പൊട്ടിക്കാതെ വിടുന്നത്. കാരണം APJ അബ്ദുൽ കലാമിനൊന്നും പറയാൻ മാത്രം മൈത്രേയൻ എന്ന് പറഞ്ഞിട്ടുള്ള മൈത്രേയനൊന്നും ആയിട്ടില്ല. ആരും അല്ല മൈത്രേയൻ. എനിക്ക് ഈ മൈത്രേയൻ എന്ന് പറയുന്ന വ്യക്തിയോട് അതിര് കവിഞ്ഞ ബഹുമാനമോ ആരാധനയോ ഉള്ള ഒരു സംഗതിയില്ല. അയാൾ ഇൻ്റർവ്യൂവിൽ ഫ്രണ്ടിലിരിക്കുന്ന ആളെ ചിലപ്പോൾ പരിഹസിക്കാറുണ്ട്, അവരിങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാറുണ്ട്. എനിക്കതിനോടൊന്നും ഒരു യോജിപ്പുമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, പലപ്പോഴും അദ്ദേഹം ക്യാൻസൽ ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ പരിഹസിക്കുന്ന ആൾക്കാരൊക്കെ അതേ അറിയിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ അങ്ങനെ ഒരു മെൻറ്റാലിറ്റിക്കാരനായതുകൊണ്ടായിരിക്കാം എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ചില ആളുകളോട് സംവാദം നടത്താൻ വേണ്ടിയൊന്നും പോവാറില്ല. ഞാൻ കാണുമ്പോൾ ഞാൻ 1-2 ചോദ്യങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ആളെക്കുറിച്ചിട്ടൊരു ഏകദേശ ധാരണയൊക്കെ കിട്ടും, എൻ്റെ മനസ്സിലൊരു ധാരണയൊക്കെ കിട്ടും. അതനുസരിച്ചിട്ട് ഞാനങ്ങ് തള്ളിക്കളയും. നിൻ്റെ കൂടെ ഒന്നും ഇരിക്കാൻ സമയമില്ല എന്ന് ഞാൻ പറഞ്ഞു കളയും. ഈ മതപ്രാചീനവാദികളുമായിട്ട് നമ്മളിപ്പോഴും ഈ കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടാറുണ്ട്. അപ്പോൾ അമ്മാരൊരു സംവാദത്തിന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ആളുകളുടെയൊക്കെ ഒരു ജനാധിപത്യ മര്യാദയൊക്കെ വെച്ചിട്ട് ഈ പോളിഷ്ഡ് ആയിട്ടുള്ളൊരു സെറ്റപ്പൊക്കെ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരോട് സംവാദിച്ച് അവരൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകണം. ഞാനങ്ങനെയല്ല. എനിക്ക് അത്തരത്തിലുള്ള ജനാധിപത്യമൊന്നും താല്പര്യമൊന്നുമില്ല. മതപ്രാചീനവാദിയാണോ അവനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, പോയി പണി നോക്കണം എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടും. ഇത് എന്തുകൊണ്ടാണ് പല ആളുകളും ചെയ്യാത്തത്? അവർക്ക് ആരെങ്കിലുമൊക്കെ കൺവിൻസ് ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ മൈത്രേയൻ അങ്ങനെ ആരെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾക്ക് ഫ്രണ്ടിലിരിക്കുന്ന ആളുടെ ചോദ്യം അയാളെ അലോസരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആവോളം പരിഹസിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അയാൾ എടുക്കുന്നുണ്ട്. നമ്മളിൽ പല ആളുകൾക്ക് അവിടെയും ഒരു ഫേക്ക്നെസ് ഉണ്ട്. ഞാൻ ഫ്രണ്ടിലിരിക്കുന്ന ആളോട് പോയി പണി നോക്കടാ, എനിക്ക് നിൻ്റെ ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ താല്പര്യമൊന്നുമില്ല, നീ ആരടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന സമൂഹം നമ്മളെ എങ്ങനെ വിലയിരുത്തും എന്നൊക്കെയുള്ള ഒരു കാര്യത്തിൽ വലിയ ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പരിപാടിക്ക് നിൽക്കാത്തത്. നമുക്കറിയാം മലയാള സിനിമയിൽ ഏതോ ആക്ടർ ഇൻ്റർവ്യൂവിലെ ചോദ്യം വളരെ മോശമായതുകൊണ്ട് തിരിച്ച് നല്ല തെറി പറഞ്ഞു.
അപ്പോൾ അങ്ങനെയൊക്കെ പറയാനായിട്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളത് പ്രകടിപ്പിക്കാറില്ല. മൈത്രേയൻ വളരെ സഭ്യമായിട്ടുള്ള ഭാഷയിൽ പരിഹസിച്ച് ഇല്ലാണ്ടാക്കി കളയും. അത് അയാളെടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം. അത് നമ്മൾ ഈ ഒരു തേർഡ് പേഴ്സൺ പഴങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ ചെയ്യരുത് മൈത്രേയ, എനിക്ക് വിഷമമായി പോയെന്നുള്ളത്. പിന്നെ മറ്റേ സായിയൊക്കെ പറയുന്ന പോലെ തല്ലും അടിക്കും പിടിയും, അത് വേറൊരു കോമഡിയാണ്. ഇപ്പോൾ ഒരാൾ നമ്മളോട് വന്നിട്ട് എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് അയാളെ അടിക്കാത്തത്? വകതിരിവെന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഫ്രണ്ടിലിരിക്കുന്നവനെ വേണേൽ നമുക്ക് അടിക്കാം, അവൻ നമ്മുടെ ഒറ്റ അടിക്ക് വീഴുന്ന ഒരാളായിരിക്കാം, എന്നാലും നമ്മൾ അടിക്കുമല്ല. എത്ര തല്ലുകൂടിയാണെങ്കിലും അടിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. അത് വകതിരിവ് കൊണ്ടാണ്, അല്ലാതെ ഇൻ്റർവ്യൂ ആവുന്നതുകൊണ്ട് അവർ മാന്യനായതുകൊണ്ടൊന്നുമല്ല. വകതിരിവ് എന്താ വകതിരിവ്? അവൻ അടി കൊണ്ട് അവിടെ എങ്ങാനും വീണിട്ട് വല്ല കേസും കൊടുത്ത് വധശ്രമത്തിനും വല്ല കേസും കൊടുത്താൽ നമ്മൾ അതിൻ്റെ പുറകെ തൂങ്ങേണ്ട വരും. ഈ ഒരു വകതിരിവൊന്നുമില്ലാതെ ചുമ്മാ ഈ കുരയ്ക്കുന്ന പൊട്ടി കടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ചില ഇമ്മച്വർ ഭീഷണികളൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കുറേ റിയാക്ഷൻ ടീമുകളൊക്കെ എടുത്ത് പുറത്തേക്ക് അടിക്കുന്നത്. അങ്ങനെ അടിച്ച് ഒരുത്തനിട്ട് കൊടുത്തൊരു പണിയും താങ്ങിക്കൊണ്ട് അവൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഇമ്മച്വർ പിടിവാശികളൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ആൾക്കാരൊന്നും പറയുന്നത് കേൾക്കാനായിട്ടോ, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ട് പോട്ടെ, അവർ പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും എടുക്കാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്താനായിട്ടൊന്നും പറ്റത്തില്ല. കുടുംബം പിരിച്ചുവിട്ടു എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ആ ചോദ്യം തന്നെ അങ്ങനെ ഉണ്ടാകുന്നത്. ഞാന് ജയശ്രീ തമ്മിലുള്ള ബന്ധത്തിനകത്താണ് ആ കുടുംബം പിരിച്ചുവിട്ടത് എന്ന് വിചാരിച്ച് ജയശ്രീയെ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണ് ആൾക്കാർ മനസ്സിലാക്കി. ആൾക്കാർക്ക് അങ്ങനെ മനസ്സിലാവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. കുടുംബത്തിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് തീർന്നു എന്നുള്ളതാണ് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. പറയുമ്പോ ആൾക്കാരത് ഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. ഇയാൾ ഈ കുടുംബം പിരിച്ചുവിട്ടു എന്നൊക്കെ പറയുന്നല്ലോ. കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ശരിക്കും കുടുംബം? ഭാര്യ ഭർത്താവ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവര് കല്യാണം കഴിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലിവിംഗ് ടുഗദർ ആയിരുന്നു ഇവരുടെ റിലേഷൻ. പിന്നെ എങ്ങനെ പിരിച്ചുവിടാൻ പറ്റി ഇയാൾക്ക്? ഇയാളല്ല സ്കൂൾ പിരിച്ചുവിട്ടു എന്നുള്ള പോലെയാണ് കുടുംബം പിരിച്ചുവിട്ടു. എന്ത് കുടുംബം പിരിച്ചുവിടാൻ? കുടുംബം ഉണ്ടെങ്കിലല്ലേ പിരിച്ചുവിടാൻ പറ്റും. കുടുംബം ഇല്ല, ഒരു ലിവിംഗ് ടുഗദർ റിലേഷൻ, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ പിരിച്ചുവിട്ടു എന്ന് ഇയാൾ ഇത്ര പറയുന്നുണ്ടല്ലോ, അത് തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. പിരിച്ചുവിട്ടു എന്ന് പറയുമ്പോൾ നാട്ടിൽ എന്താ വിചാരിക്കുക? സെപ്പറേറ്റഡ് ആയിട്ട് പോകും അല്ലെ, അങ്ങനെ വിചാരിക്കാം. പക്ഷെ ഇവരിപ്പോഴും 10-15 കൊല്ലമായിട്ട് ഒപ്പം ഒരു വീട്ടിലാണ് ജീവിക്കുന്നത്. പക്ഷെ പിരിച്ചുവിട്ടു. അത് അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്താന്നുള്ളത് നമ്മൾ ഇൻഡെപ്ത് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിയില്ലാന്നാ പറയുന്നത്. ഞാൻ പറയുമ്പോ എങ്ങനെ അറിയോ, ഒരു കാര്യത്തിൽ, ഒരു വിഷയത്തിൽ, ഒരു വ്യക്തിയിൽ, ഒരു സിറ്റുവേഷനിൽ നമുക്ക് താല്പര്യം നഷ്ടപ്പെട്ട കട്ട് ഇറ്റ് ഓഫ് ആൻഡ് മൂവ് ഓൺ. മനസ്സിലായോ? മാറിപ്പോവോ പിന്നെ അവിടുന്ന്. പിന്നെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ആവശ്യം നമുക്കില്ല. വി ഹാവ് നോ കമ്മിറ്റ്മെന്റ്സ്. പക്ഷെ ഇയാൾ എന്താ പറയുന്നത്? എനിക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല. കമ്മിറ്റ്മെന്റ് കുട്ടി ഉണ്ടാവുന്നവരേ ഉള്ളൂ, കുട്ടീനെ വളർത്തുന്നത് വരെ ഉള്ളൂ. ഞാൻ ആ ബന്ധം മുറിച്ചു, പക്ഷെ ഭാര്യ എന്റെ ഒപ്പം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇയാൾ പറയുന്ന ആ കമ്മിറ്റ്മെന്റ് തീർന്നിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വ്യക്തിയോടോ ഒരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു കമ്മിറ്റ്മെന്റ്, നമുക്ക് ആ കമ്മിറ്റ്മെന്റ് നമ്മൾ മാറിക്കഴിഞ്ഞാൽ, നമുക്ക് അതിന്റെ താല്പര്യം നഷ്ടപ്പെട്ട ആ കമ്മിറ്റ്മെന്റ് ഒഴിവായാൽ പിന്നെ നമ്മൾ മൂവ് ഓൺ ചെയ്യണം. അല്ലാതെ പിന്നെ നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നിന്നിട്ട് ഞാൻ കമ്മിറ്റ്മെന്റ് കഴിഞ്ഞാൽ ഞാനിവിടെ നിൽക്കും, അത് എന്റെ മറ്റേ പവറാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അതൊക്കെ ചുമ്മാ ആൾക്കാരോട് വന്നിരുന്നിട്ട് വായ്ത്താളം അടിക്കാൻ പറ്റും. ഇയാളുടെ തോട്ട് MDMA-ലും കഞ്ചാവിലും മാത്രമേ മുന്നോട്ട് പോകുള്ളൂ, അല്ലാത്ത കാര്യത്തിലൊക്കെ ഇയാൾ പിന്നോട്ടാണ്. അവിടെ തന്നെ ഇരിക്കുകയാണ്. അയാളുടെ ഈ ലഹരി ആയിട്ടുള്ള തോട്ട് മാത്രമാണ് ഇയാൾ മുന്നോട്ട് വെക്കുന്നത്. ബാക്കി തോട്ടൊക്കെ ഇയാൾ പിന്നിക്കാൻ പോകണം. ഈ പിരിച്ചുവിട്ടവരും രണ്ടുപേരും കൂടെ എങ്ങനെയാണ് ഈ ഒന്നിച്ച് നടക്കുന്നതെന്നൊക്കെ പറയണ്ടേ? അത് അവർ ചോദിക്കുന്നില്ല. മിനിമം കോമൺ സെൻസ് ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അഭിപ്രായം പറയാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കുടുംബം പിരിച്ചുവിട്ടു, അയാളുടെ കുടുംബം പിരിച്ചുവിടാതിരിക്കുമോ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇനിയിപ്പോൾ അയാൾ കുടുംബം പിരിച്ചുവിട്ടിട്ടും വളരെ സന്തോഷമായിട്ട് പിന്നീടും ഒന്നിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ആ ഒരു സൗഹൃദമോ അവർക്ക് ഇടയിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ഊഷ്മളതയൊക്കെ ആയിരിക്കാം. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. പിന്നെ ലിവിങ് ടുഗദർ ആയിട്ടുള്ള കപ്പിളിന് ക്വസ്റ്റ്യൻ ഉണ്ടായി കഴിഞ്ഞാൽ കുടുംബം ആവത്തില്ല. അതൊക്കെ സൈഡ് ആരാ പറഞ്ഞത്? കുടുംബം എന്നുള്ളതിന് അങ്ങനെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷനൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വയ്ക്കാറില്ല. ഇപ്പോൾ അച്ഛൻ ഇല്ല, അമ്മ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അതൊരു കുടുംബമാണ്. 2 പേർ ഇണകൾ ഒരിടത്ത് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കുടുംബമായിട്ട് നിങ്ങൾക്ക് പറയാം. ഈ കുടുംബത്തിന് അങ്ങനെ കൃത്യമായിട്ടുള്ള കോൺസെപ്റ്റ് ഒന്നുമില്ല. സായിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല, നിങ്ങളിൽ പല ആളുകൾക്കും പറ്റത്തുണ്ടാവില്ല. എന്ത് പറ്റത്തില്ല? നമ്മുടെയൊക്കെ ബന്ധങ്ങളിലെ ചില റോളുകളുമായിട്ട് നമുക്ക് ചില പ്രശ്നങ്ങളുണ്ടാവും. ഭാര്യ എന്ന് പറയുന്ന റോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പാർട്ട്ണർ. ഭാര്യ എന്ന് പറയുന്ന റോളാണ്. ഭാര്യ എന്ന റോള് കൈകാര്യം ചെയ്യുന്ന ആൾക്ക് മാത്രമായിട്ട് നമുക്ക് നൽകാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങളുണ്ടായിരിക്കാം. ഫ്രണ്ടിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾക്ക് പരിമിതി ഉണ്ടായിരിക്കാം. ഈ ഭാര്യ എന്ന റോളിൽ നിന്ന് അയാളെ മാറ്റിയിട്ട് അയാളെ സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ഒരു റൂംമേറ്റായിട്ടോ ഒരു വീട്ടിൽ താമസിപ്പിക്കാനായിട്ടോ പറ്റുന്ന മനസ്ഥിതിയിലേക്ക് ഒരാൾ ഉയർന്നു എന്നുള്ളത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഭാര്യയായിട്ടൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയായിരിക്കുമല്ലോ. ഡിവോഴ്സ് കേസുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തീർന്ന് 50 വല്ല ആടപടൽ അടിച്ചുകൊണ്ട് പോകണം എന്നുള്ള ചിന്തയായിരിക്കും ആളുകൾക്ക് ഉണ്ടാവുക. അങ്ങനെയുള്ളൊരു വിഷയം അവിടെ ഉണ്ടാവാതെ സൗഹാർദ്ദപരമായിട്ട് അവർ ആ ഒരു ഇടത്തിൽ
അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജീവിക്കുക, വാസസ്ഥലം എന്ന് പറയുന്ന ഒരു കാര്യവുമായി മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കെന്താണ് പ്രശ്നം? അവർ ആ ഒരു റേഞ്ചിലേക്ക് ഉയർന്നു എന്നുള്ളതായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, നമ്മളുടെ സ്വാർത്ഥതകൾ അതിനനുസരിച്ച് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവളെ കളഞ്ഞിട്ട് പോവുക, മൂവ് ഓൺ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. എന്നാൽ അവളെ ആ ഒരു ഭാര്യ എന്ന് പറയുന്ന റോളിൽ നിന്ന് മാറ്റി ഒരു സുഹൃത്തായിട്ട് കൂടെ കൂട്ടാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ബ്രേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയല്ലേ, ഒരു പഴയ കാമുകിയെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ട് പിരിഞ്ഞൊരു കാമുകിയെ വളരെ സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് എത്ര ആളുകൾക്ക് പറ്റും? ആ സ്ത്രീകൾക്കും പറ്റത്തില്ല, പുരുഷന്മാർക്കും പറ്റത്തില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ട് റോളിൽ നിന്ന് പുറത്ത് വന്നിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മളതിനെ അർത്ഥമാക്കേണ്ടത്. അവർ ആ ഒരു റോളിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഭാര്യയല്ല എന്നുണ്ടെങ്കിൽ ഭാര്യ ചെയ്യേണ്ട കടമകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരെങ്കിലും പ്രതീക്ഷിക്കൂല്ല. സുഹൃത്തിൽ നിന്ന് നിങ്ങളത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അപ്പം നിങ്ങൾ ഫ്രീ. അതേപോലെ തന്നെ കുടുംബം പിരിച്ചു വിട്ടു. അത് പുള്ളി പറയുന്ന ഒരു സെൻസ് നമുക്കൊന്നും പറ്റത്തില്ലടേ, പക്ഷേ പുള്ളി പറയുന്ന ഒരു സെൻസ് നമ്മൾ കേൾക്കുക. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുവാണ്, അങ്ങനെയൊക്കെ ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെയൊക്കെ വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് കൊള്ളാം എന്ന് നമുക്ക് വേണേൽ വിചാരിക്കാം. എന്താ ഒരു കുടുംബത്തിൻ്റെ ഫംഗ്ഷനായിട്ട് പുള്ളി പറയുന്ന കാര്യം എന്താണ്? ഒരു പരിധി വരെ നമുക്ക് യോജിക്കാൻ പറ്റുന്ന സംഭവമാണ്. നമ്മുടെ ഭരണഘടന എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ലോ ഒക്കെ എടുത്ത് ഒന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാലും, കുടുംബം എന്ന് പറയുന്നത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ആ ഒരു ലീഗൽ മാരേജ് യൂണിയൻ എന്നൊക്കെ കൊണ്ട് രാജ്യം ഉദ്ദേശിക്കുന്നത് ഈ കുട്ടികളുടെ സംരക്ഷണവും അതേപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെതായിട്ടുള്ള ബെനഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സംഭവമാണ്. കുട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലീഗൽ മാരേജിൻ്റെ ആവശ്യം തന്നെ പലപ്പോഴും ഇല്ല. ഇപ്പോൾ ഇവർക്ക് കുട്ടിയുണ്ട്, കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്, ഇതിനെ വളർത്തണം. 18 വയസ്സാവുന്നത് വരെ ഈ ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും മൈനർ ആയതുകൊണ്ട് തന്നെ ഈ രക്ഷകർത്താക്കളാണ് ചെയ്യേണ്ടത്. 18 വയസ്സിന് ശേഷം അവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനവും രാജ്യത്തുണ്ട്. അവർക്കെല്ലാം സ്വതന്ത്രമായിട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. ആ ഒരു സമയത്ത് അവരുടെ ഒരു പ്രൈമറി ഫംഗ്ഷൻ, ആ ഒരു കുടുംബത്തിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ഒരാളെ നമ്മൾ എന്തിനാ കുറ്റം പറയുന്നത്? ഓക്കെ, കൊള്ളാം, അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് കുഴപ്പം? വളരെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്, ശരിക്കും അതൊക്കെ തന്നെയല്ലേ എന്നങ്ങ് ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. അതിനാളെ തെറി വിളിക്കേണ്ട ആവശ്യം എന്താണ്? ആ പിരിച്ചുവിടൽ ശരിക്കും ഇല്ലാതാവുന്നത് എന്താ? ഒരു പാടുണ്ടല്ലോ, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഇല്ലാതാവില്ലാണോ പിരിച്ചുവിടൽ എന്ന് ഉദ്ദേശിക്കുന്നത്? രണ്ടുപേര് ചേർന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ അത് തീർന്നു എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി മനുഷ്യർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവര് കുട്ടികളെ വളർത്തി തീരത്തില്ല. നമ്മൾ ഈ കാണുന്ന കുടുംബങ്ങളിൽ മുഴുവൻ ഉണ്ടാകുന്ന പ്രശ്നം കുട്ടികളെ അവർ വളർത്തി തീരുന്നില്ല എന്നുള്ളതാണ്. ഗോത്രത്തിനകത്ത് വളർത്തി തീരും, കൃഷി കുടുംബത്തിനകത്ത് വളർത്തി തീരുന്നതിന് പകരം വളർത്തി തീർന്നിട്ട് അവരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കും. അങ്ങനെയാണ് അമ്മയും അച്ഛനെ നോക്കുന്നവരാക്കി കുട്ടികളെ മാറ്റാൻ നോക്കുന്നത്. അങ്ങനെയുണ്ട്. അതായത് ഈ പ്രാകൃതമായിട്ട് ഒരു മനുഷ്യന് എവല്യൂഷൻ വേണ്ടേ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എവല്യൂഷൻ ആണ്. മനുഷ്യൻ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടൊക്കെ നമ്മൾ ഇവോൾവ് ചെയ്യുമ്പോൾ ചുറ്റുപാട് ഇവോൾവ് ചെയ്യും. ജീവിത സാഹചര്യങ്ങൾ 100 കൊല്ലം മുന്നുള്ളതല്ല ഇപ്പൊ ഉള്ളത്. മനുഷ്യന്റെ ചിന്താഗതി, പ്രവൃത്തി ഒന്നും 100 കൊല്ലം മുമ്പുള്ളതല്ല ഇപ്പൊ. കാലം മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ മുന്നോട്ട് സഞ്ചരിക്കണം ശരിക്കും. അതെ, ഇത് ഇപ്പൊ അഡാപ്റ്റേഷൻ വന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഫാമിലി ബോണ്ടിങ് എന്നൊക്കെ മാറി ന്യൂക്ലിയർ ഫാമിലി ആയി. അതേപോലെ നമുക്ക് പല പല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു കാര്യം മാത്രം നമുക്ക് മാറാതെ നിൽക്കുന്നുണ്ട്. എന്താ? ലോകത്ത് എവിടെ പോയാലും ഒരു കാര്യം മാറുന്നില്ല, രക്തബന്ധം എന്ന് പറഞ്ഞ സംഗതി. ലൈഫിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ രക്തത്തിന് തിരിച്ചറിയുന്ന പറഞ്ഞ പോലെ രക്തബന്ധങ്ങളുടെ ഒരു വാല്യൂ അത് ഭയങ്കരമാണ്. ഇപ്പൊ ഈ മൈത്രേയനെ കൊട്ടിഘോഷിച്ച് ആഘോഷിക്കുന്ന ഒരുപാട് മൈത്രേയൻ ഫാൻസ് ഉണ്ട്. നിങ്ങളോട് ഒറ്റ ചോദ്യം ചോദിക്കാറുള്ളൂ. ഇയാൾ പറയുന്ന കഞ്ചാവ് MDMA കേസിൽ മാത്രമാണ് നിങ്ങൾ ഇയാളെ കൊട്ടിഘോഷിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഇയാളുടെ ബാക്കി തിയറീസ് നിങ്ങൾ എടുത്ത് നോക്കുക. ഇയാൾ പറയുന്നത് എന്താ? മനുഷ്യൻ ഈ മൃഗങ്ങളെ പോലെ ആവണം, പട്ടിയെ പോലെയും റോട്ടിൽ പോണ പൂച്ചേനെ പോലെയും ബാക്കി മൃഗങ്ങളെ പോലെ ആവണം. കുട്ടീനെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇണയെ തേടുന്നു, ആ ഇണയിൽ കുട്ടി ഉണ്ടാവുന്നു, ആ കുട്ടി വളർന്നിട്ട് ആ കുട്ടിക്ക് ഒരു സെൽഫ് സ്റ്റേബിൾ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടി ഓക്കെ ബൈ. അപ്പൊ ആ ഭാര്യനെ അവിടെ ഇട്ടു, കുട്ടീനെ അവിടെ ഇട്ടു, അടുത്തൊരു ഇണയെ തേടി പോകുന്നു, വീണ്ടും കുട്ടീനെ ഉണ്ടാക്കുന്നു, വീണ്ടും അതിനൊരു സ്റ്റേജ് എത്തും. ഇയാൾ ഈ മെഷീനും കൊണ്ട് എങ്ങനെയാണ്? ഇയാളെ മെഷീൻ ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പല സമയത്തും. ഇയാളെ മെഷീൻ വർക്ക് ചെയ്തിട്ടില്ല. ഇല്ലല്ല, ഇയാളെ മെഷീൻ വർക്ക് ചെയ്തിട്ടില്ല ഇയാള് പറഞ്ഞിട്ടുണ്ട്. വായു നിൽക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആക്ച്വലി മൈത്രേയം പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ തോന്നുന്നത്? എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ മാത്രം ചിന്തയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഈ കുട്ടികളെ വളർത്തി തീരാത്തതുകൊണ്ടാണ് പകുതി പ്രശ്നങ്ങളും കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത്. വളരെ ശരിയാണ്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് ഒരു വാർത്ത നിങ്ങൾ കേട്ടില്ലേ? സ്ത്രീധന പീഡനം, മരണം, ആത്മഹത്യ, അങ്ങനെ കണ്ട ഏതാണ്ട് 1 കിലോ സ്വർണ്ണം കണ്ട് കൊടുത്തതാ, മുന്തിയ കാറും കൊടുത്തു, എന്നിട്ടും തികഞ്ഞില്ല, പിന്നെയും പീഡന. എന്തുകൊണ്ടാണ് ആ ഒരു പീഡനം നടന്നതും ആ ഒരു പണം കൊടുക്കേണ്ടി വന്നതും വീണ്ടും പണം ആഗ്രഹിക്കുന്നതും ഒക്കെ? കാരണം കെട്ടിയത് സ്വതന്ത്രമായിട്ടുള്ളൊരു വ്യക്തിയല്ല, അയാൾ പണമുള്ള 2 ആളുകളുടെ സംരക്ഷണയിലാണ് നിൽക്കുന്നത്. അങ്ങനൊരു പതിവൊക്കെ ഉണ്ടേ. കാരണം വളർത്തി തീരുന്നില്ല.
ആജീവനാന്തം സ്വത്ത് കൈവശപ്പെടുത്താനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിയും അല്ലെങ്കിൽ ഭാഗം വയ്ക്കുന്ന സമയത്ത് ഷെയറുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയും അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് ചിലപ്പം ബന്ധുക്കാരെങ്കിലും എന്തെങ്കിലും തന്നാലോ എന്ന് വിചാരിച്ച് നിൽക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ കണക്ഷൻസ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് കുറേയധികം പ്രശ്നങ്ങളുണ്ടാവും. ഈ വളർത്തി തീരാത്തതുകൊണ്ടുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ്റെ കണ്ണൊക്കെ ചൂഴ്ന്നെടുത്ത് കൊന്ന ഒരു വാർത്ത കേട്ടായിരുന്നല്ലോ, കെവിൻ നീനു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ സംഭവിച്ചത്? വളർത്തി തീർന്നില്ല, വിവാഹപ്രായത്തിൽ ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു റൈറ്റ് ആ ഒരു വ്യക്തിക്കുണ്ട് എന്ന് വിചാരിക്കുന്നില്ല. അവൾ ആ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നില്ല, കൊലപാതകവും ഉപദ്രവവും കാര്യങ്ങളായിട്ട് വരികയാണ്. എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു വരുന്ന സമയത്ത് അമ്മായിമ്മ പോരുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മോനെ വളർത്തി തീർന്നിട്ടില്ല, അപ്പോൾ തള്ളയ്ക്ക് വീണ്ടും വളർത്തണം. വേറൊരാൾ ആ ഒരു വളർത്തൽ പരിപാടിക്ക് ഇടയിലേക്ക് കയറുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതാണ് പരിപാടി. ഇതിങ്ങനെ തുടർന്ന് നടക്കുന്ന ഒരു സൈക്കിളാണ്. നമുക്ക് ഭയങ്കര സ്നേഹമാണ്, നമ്മുടെ സ്വന്തമാണ്, നമ്മളുടെ കടമകളാണ്, ന്യൂക്ലിയർ ഫാമിലി അല്ല പഴയ ഫാമിലിയാണ് നല്ല എന്നൊക്കെ പറയുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെലന്തി വലയ്ക്കകത്ത് നമ്മളിങ്ങനെ പെട്ട് കിടക്കുകയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഈ ഒരു ചെലന്തി വലയ്ക്കകത്തൊന്നും പുറത്ത് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? അല്ല. അതാണ് നമുക്ക് പറ്റിയ കംഫർട്ട് സ്പേസ് എന്ന് വിചാരിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. ഒരു തരം ഒരു ട്രോമ ബോണ്ടിങ് ആണ്. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആദർശങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് എപ്പോഴും ജീവിക്കാൻ പറ്റാറുണ്ടോ? എനിക്കൊന്നും പറ്റാറൊന്നുമില്ല. ഞാൻ അങ്ങനെ വലിയ സൂപ്പർ നാച്ചുറൽ പവറിലൊന്നും വിശ്വസിക്കുന്ന വ്യക്തിയല്ല. എല്ലാ മനുഷ്യന്മാരുടെയും ഒരു കൂട്ടായിട്ടുള്ള പരിശ്രമത്തിൽ കൂടെ ഇവിടെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് ജീവിക്കാൻ പറ്റും. നമുക്ക് എത്രത്തോളം മനുഷ്യന്മാരുമായിട്ട് സൗഹൃദമുണ്ടോ അല്ലെങ്കിൽ ബന്ധങ്ങൾ എത്ര നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു അത്ര നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ ആർജിക്കുന്ന സ്കില്ലുകൾ, നമ്മളെടുക്കുന്ന പണികൾ, നമ്മുടെ ആരോഗ്യമൊക്കെ അനുസരിച്ചിട്ടാണ് ജീവിതത്തിൽ സന്തോഷങ്ങളും സമൃദ്ധിയൊക്കെ ഉണ്ടാവുന്നത് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ, എല്ലാ ആൾക്കാരും ദൈവവിശ്വാസികളാണ്, മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകാറുണ്ട്, എന്നെ വിളിച്ചിട്ട് പോകാറുണ്ട്. നിങ്ങൾ ഞായറാഴ്ച പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ കാണാൻ പറ്റും. പോകാതിരിക്കാനുള്ള ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്യാറില്ല. കാരണം അത് പറഞ്ഞിട്ടുള്ളൊരു സമാധാനക്കേടും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആ ഒരു വലയ്ക്കകത്ത് കിടക്കുകയാണ്. ഇങ്ങനെയുള്ള ചില തത്വചിന്തകന്മാരൊക്കെ ഉണ്ടല്ലോ, മൈത്രേയപ്പോലുള്ള ആളുകളൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ കിട്ടും, ഒരു ഐഡിയ ഒക്കെ കിട്ടും. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല എങ്കിൽ കൂടെ നമുക്ക് ചില രീതിയിലുള്ള ചില വ്യൂ പോയിന്റുകളൊക്കെ ഇത് സഹായിക്കും. ആ ഒരു നല്ല വ്യൂ പോയിന്റുകൾ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അത് നമ്മൾ മനസ്സിലാക്കുക. ആരും ഉപദ്രവിക്കാത്ത, ഒരു തരക്കേടില്ലാത്ത, എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ വേണ്ടി ഏത് മൈത്രേനെയും കേൾക്കുക, പരതിലേ തട്ടിക്കളയുക, അത്രേ ഉള്ളൂ. അല്ല, ഈ കോൺസെപ്റ്റ് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഇയാൾ പറയുന്നത് ഇപ്പൊ ഇയാൾ പറയുന്ന കോൺസെപ്റ്റിൽ ഇയാളുടെ ഫാൻസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ പ്ലേ ബോയ് എന്ന് വിളിക്കും, ഇല്ലേ? നല്ല കളിക്കാരനാണല്ലോ. ഈ കോൺസെപ്റ്റിൽ സൊസൈറ്റിയിൽ 10 ആൾ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ അവസ്ഥ എന്താ? ഇപ്പോൾ അച്ഛനമ്മമാരെ എല്ലാവരും ചെയ്യുന്നത് എന്താ? ഓക്കെ, മക്കൾ ഉണ്ടാവുന്നു, ഒരു സ്റ്റേജ് വരെ അവർക്ക് ഇനഫ് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് ധരിക്കാനുള്ള കാര്യങ്ങളും വസ്ത്രങ്ങളും സാധനങ്ങളും കൊടുക്കുന്നു, ഫുഡ് ഷെൽട്ടർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, പിന്നെ കുട്ടികളെ വഴിക്കാൻ പോകുക. അല്ല ഇയാൾ പറയുന്നത് അതിൽ കണ്ണിൽ എണ്ണിട്ട് മക്കളെ കാത്തിരിക്കുന്ന അച്ഛന്മാരില്ല. സായിക്ക് ഏത് നാട്ടിലെ കാര്യമാണ് പറയുന്നത്? അയാൾ എവിടെയൊന്നും അല്ല താമസിക്കുന്നത്. എന്തോ യൂറോപ്പിലെ കാര്യമൊക്കെ പറയുന്ന പോലെ മക്കളെ പഠിപ്പിക്കുന്നു, അതുങ്ങൾ ഇഷ്ടമുള്ള വഴിക്ക് പോകുന്നു, നമ്മളെ ഇടപെടുന്നില്ല, ഒട്ടും ഇടപെടുന്നില്ല. ഇന്നലെ വൈകിട്ട് ന്യൂസിൽ കണ്ടില്ലേ നിങ്ങൾ? ഒരു അച്ഛനും അമ്മയും കൂടെ മകളെ കൊന്നെന്നോ മറ്റോ ആണ് വാർത്ത. പിന്നീട് അതിൻ്റെ ഇൻഫർമേഷൻ എനിക്കറിയത്തില്ല. ഏതായാലും മകള് മരിച്ചു കിടക്കുകയാണ്, മാതാപിതാക്കളാണ് കൊലപ്പെടുത്തിയത്. ഈ വളർത്തി തീരാത്തോണ്ടുള്ള പ്രശ്നങ്ങളാണ് ഞാൻ മുന്നേയൊക്കെ പറഞ്ഞതുപോലെ തന്നെ. ഒരു കുട്ടിയുടെ കരിയർ, വിവാഹം, അവൻ്റെ ചോയ്സുകൾ, അവൻ്റെ ജീവിത രീതികൾ, അവൻ മക്കളെ വളർത്തേണ്ട രീതികൾ, എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കൾ ഇടപെടുന്നുണ്ട്. എൻ്റെ ചുറ്റുപാടുകളിൽ, സൈഡ് ചുറ്റുപാടുകളിലുള്ള മാതാപിതാക്കളെ പോലെ അല്ല. കോമൺ ആയിട്ട് പറയുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള പൊതു രീതികൾക്കെതിരെയാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. അതായത് ഭാര്യ ഭർത്താക്കന്മാർ പാർട്ണറിരിക്കുന്നത് അവരുടെ ഇഷ്ടം കൊണ്ടാണ് അവർ ഒരുമിച്ചിരിക്കുന്നതെങ്കിൽ കുട്ടി വളരുമ്പോൾ ഇല്ലാതാവുന്നെങ്കിൽ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് ഇല്ലാതായി പോകും. അതൊക്കെ അങ്ങനെ ഇല്ലാതായി പോകുന്നൊക്കെ ഉള്ള വിവരമെങ്കിലും മനുഷ്യർക്ക് വേണം. കുട്ടി വളരണ്ട, പകുതി ആകുമ്പോ തന്നെ ഇല്ലാതായി പോകും. ആ ഇല്ലാതായി പോകുമ്പോഴും നമ്മളിത് ഏറ്റെടുത്ത ഒരു പ്രവൃത്തി ആയതുകൊണ്ട് തുടരണമെന്ന് നല്ല മൂച്ചോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമേ തന്നെ. കുട്ടിയുടെ ഒരു 10-12 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ മിക്കവാറും ഉള്ള എല്ലാ ബന്ധങ്ങളും ഇല്ലാതായി നല്ല രീതിയിലേക്ക് അതിന്റെ ലീഗലി നോക്കി ലീഗലി വന്നതാണ് 18 വയസ്സ്. പക്ഷെ അതിന് മുമ്പേ ഈ ഒരു മടുപ്പ് തോന്നിയിരുന്നു. ഇയാൾ എനിക്ക് മടുപ്പ് വന്നവരാണ്. തന്റെ വീട്ടിലും അത് തന്നെയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് മടുപ്പ് ഉണ്ടായിരുന്നു അല്ലടോ, ഇത് അങ്ങനല്ല. അതാണ് ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് പറയണേ എന്നോട്. എടോ മൈത്രേയ, ഒരു കാര്യം ചെയ്യട്ടെ. തന്നെ ഉണ്ടാക്കിയ നന്ദി നന്ദിയുണ്ടല്ലോ, പച്ചയ്ക്ക് ചോദിക്കുകയാണ്.
ഉണ്ടാക്കി പുട്ടുമുറ്റി മാതിരി ഇങ്ങനെ കുത്തിയിട്ടിട്ട് പിന്നെ വളർത്താതിരുന്നോണ്ടാണ് ഈ നിലയിൽ ഇങ്ങനെ ഒന്ന് ചലക്കും. ദമ്പതികൾക്കിടയിൽ കുട്ടികളൊക്കെ ആയി കഴിയുമ്പോഴത്തേന് ആ ഒരു ബന്ധങ്ങളിൽ ഊഷ്മളത ഒന്നും നിലനിൽക്കാറില്ല. പല ആളുകൾക്കും തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയി പോകും ജീവിതം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചില ആളുകളിൽ അല്ലെങ്കിൽ പല ആളുകളിൽ, ഒത്തിരിയധികം ആളുകളിൽ എന്നൊക്കെ കേൾക്കാറുണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ള കണക്കൊന്നുമില്ല. അല്ലാത്ത ആളുകളും വളരെ മനോഹരമായിട്ട് ജീവിക്കാറുണ്ട്. മൈത്രേയന് മിക്കവാറുമുള്ള കേസുകളിൽ എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. അതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ലേ, വളരെ ബഹുമാനം തോന്നുന്ന ഒരു കാര്യമല്ലേ പുള്ളിക്കാരൻ പറഞ്ഞത്. ഈ ബന്ധത്തിൻ്റെ ഊഷ്മളത കുറഞ്ഞാലും തമ്മിലടിക്കാതെ കുട്ടിയെ നോക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം ഭംഗിയായിട്ട് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തു, നല്ല കാര്യമല്ലേ. മൈത്രേയൻ കുട്ടിയെ നോക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് വളരെ കാര്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മടുപ്പ് തോന്നിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒന്നാമതെ മുൻവിധിയോടെ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ വായിരിക്കുന്നത് പുറത്തേക്ക് വരും, കേൾക്കുക, കേട്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അയാൾ ആരെയും കൺവിൻസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അയാൾ ആരുടെ അടുത്തൊന്നും പുരസ്കാരം വാങ്ങാനായിട്ടോ സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ടോ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ മൈത്രേയനെ അത്ര അധികം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെയല്ലെന്നേ, നമുക്ക് ഈ സെറ്റപ്പൊക്കെ ഏകദേശം മനസ്സിലാവുമല്ലോ. ജിഞ്ചർ മീഡിയ രോഹൻ നല്ല ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്, ഇഷ്ടമാണ്. ഈ അഖിൽമാരാർക്ക് 80,000 രൂപ കൊടുത്തിട്ടാണ് അവർ ആ ഒരു ഇൻ്റർവ്യൂവിന് അവിടെ കൊണ്ടിരുത്തിയത്. അത്തരത്തിലുള്ള ഒരു കച്ചവടമൊക്കെ നടത്തുന്ന ഒരു പരിപാടി നടത്തുന്നതിനിടയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും അത്തരത്തിലുള്ള നിലവാരമൊക്കെ കാണത്തുള്ളൂ. അത്തരൊരു മര്യാദയൊക്കെ തിരിച്ച് പ്രതീക്ഷിക്കാവൂ. പിന്നെ എൻ്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ മൈത്രേയൻ വണ്ടിക്കൂലിയും ചെറിയ ചില്ലറയുമൊക്കെ ചിലപ്പോൾ ചില കേസുകളിൽ വാങ്ങിയിട്ടുണ്ടാകാം. ആരെങ്കിലും കൊടുത്താൽ വാങ്ങും, അയാളത് ഡിമാൻഡ് ചെയ്യുന്നൊരു വ്യക്തിയല്ല. ഞാൻ മൈത്രേയൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. പുള്ളി ആ സമയത്തുണ്ടായിരുന്ന ഒരു വീട്ടിൽ പോയിട്ടാണ് ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യുന്നത്. എത്ര സന്തോഷമുള്ള ആളുകൾ ഉള്ള ഒരു വീടാണ്, എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം നമ്മളെ സ്വീകരിക്കുന്നത്, എത്ര പെട്ടെന്നാണ് നമ്മൾ ആ ഒരു വീട്ടിലെ അംഗങ്ങളുമായിട്ട് സിങ്ക് ആവുന്നത്. നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം ക്യാമറയ്ക്ക് മുൻപിൽ മറുപടി നൽകി. ഒരു പ്രതിഫലവും ഇച്ഛിച്ചിട്ടല്ല. നമ്മൾ ആരാണെന്ന് പോലും അദ്ദേഹം ചോദിച്ചില്ല, നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് പോലും അദ്ദേഹം ചോദിച്ചില്ല. അദ്ദേഹം ഓപ്പണാണ്. ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമ്പോൾ മറുപടി പറയാനായിട്ട് റെഡിയാണ്. ആര് വിളിച്ചാലും പുള്ളി പോകും. എത്ര ആൾക്കാരങ്ങനെ പോകും? നമ്മളാണെങ്കിൽ ഏത് ലോക്കൽ ഇൻ്റർവ്യൂവിന് ആര് വിളിച്ചാലും നമ്മൾ പോകുമോ? ഇല്ല. പുള്ളി ചാനൽ പോലും നോക്കാതാണ് പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇതെനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. പുള്ളി ആര് വിളിച്ചാലും പോകും. അതുകൊണ്ടാണല്ലോ മറ്റേ മുജാഹിദുകളുടെ പരിപാടിക്ക് പുള്ളി പോയത്. അത് കുറെ മൂല്യങ്ങളാണ്, പരിപാടിക്ക് പുള്ളി പോയിട്ടുണ്ട്. ബേസിക് തിങ്സ് ആണ് അതൊക്കെ. അല്ല താൻ പറയുന്ന പോലെ ഇയാളെ പാരന്റ്സ് അങ്ങനെ തന്നെയാണോ വന്നതെന്നോ, കട കൂട്ടി ചാവി വലിച്ചെറിഞ്ഞ തന്നെയാണോ? എനിക്ക് തന്നെ സംശയമുണ്ട്. മനസ്സിലായോ? മര്യാദയ്ക്കൊന്നും ആവില്ല. ബാത്റൂമിൽ പോയപ്പോ ക്ലോസറ്റ് ചാടിയതോ അവിടുന്ന് എടുത്ത് വളർത്തിയിട്ടുണ്ടാവും. അല്ലാതെ ഇവനോടൊക്കെ എന്ത് പറയാനാ? പറയാതിരിക്കാൻ പറ്റില്ല. കുറെ ആയി ഇവനെ സഹിക്കാൻ തുടങ്ങിയിട്ട്. പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് ഇമാതിരി അന്തമിട്ട പരിപാടികൾ വിളിച്ചു പറയാ, അത് ചോദിക്കണേക്ക് അതൊക്കെ ഇഷ്ടാവണില്ല. 10-13 വർഷമായിട്ട് ഇപ്പോഴും ആ സ്ത്രീയുടെ കൂടെ തന്നെയല്ലേ ജീവിക്കുന്നത്. മടുത്ത് കഴിഞ്ഞ് മാറിപ്പോയി വേറെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇയാളൊരു കാര്യം ചെയ്യും, ഇയാള് മതിലടി കഥ ഉള്ളതെന്ന് പറ, എത്രണ്ണത്തിനൊപ്പം പോയി, അവിടെ എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളത്. അപ്പൊ ചോദിച്ചാൽ പറയുന്നില്ല ഞാൻ കുറെ ആൾക്കാരുടെ ഒപ്പൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത്. അല്ല, സംഗതി ഇയാള് വായനെ പറ്റിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ എന്തൊക്കെ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. അത് പറയുന്നതിന് പറയാം, അത് കുറച്ച് പ്രോഗ്രസ്. ഇയാള് സത്യം പറഞ്ഞ ഷർട്ടും പാന്റും ഇട്ടിട്ട് ഈ താടിയും മീശയും വെച്ച ഒരു മുനി, അല്ലെങ്കിൽ കെട്ടും കെട്ടി 2 രുദ്രാക്ഷം ഇട്ട് ഇങ്ങനെ ഇട്ട് ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഴയ മുനിമാരെ സെയിം കോൺസെപ്റ്റ്. എന്തുവാടേ സായി, നിങ്ങളുടെയൊക്കെ ബ്രെയിൻ താഴോട്ടാണോ വളരുന്നത്? വളരെ പ്രോഗ്രസീവായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേന് കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള കഥകൾ ആളുകളിൽ ആരോപിക്കുക എന്നൊക്കെ പറയുന്നത് എന്തൊരു തറ റേഞ്ച് ഐറ്റോടെ. ഇച്ചേ മറ്റേ ഈ മൈത്രേൻ്റെ ഇൻ്റർവ്യൂവിൽ മൈത്രേൻ ഈ സെക്സിനെ കുറിച്ചിട്ടൊന്നും പറയുന്നത് തന്നെ ഇല്ല. അയാളുടെ കുറേ രീതികളൊക്കെ പറയാണ്. ഇവന്മാരുടെ ജൽപ്പനത്തിൽ അങ്ങോട്ട് അയാളുടെ കഥകൾ അങ്ങോട്ട് മെനയാണ്. എന്തൊരു സെക്ഷൽ ഫ്രസ്ട്രേഷനടോ. സായിയൊക്കെ മറ്റേ ഈ സദാചാര ഗുണ്ടായിസൊക്കെ വരുമ്പോഴത്തേന് വീഡിയോ ഇട്ട് ഇങ്ങനെ മാസ് കാണിക്കാറുണ്ടല്ലോ. ആ ആളുകൾ ഒഫൻഡഡ് ആവുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഒഫൻഡഡ് ആയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാളുടെ ഒരു മൊറാലിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നിങ്ങളവിടെ വന്നിട്ട് അയാളെ അപവാദം പറയുന്നു, ഷെയിം ചെയ്യുന്നു, അയാളുടെ അമ്മയ്ക്ക് പറയുന്നു. ഇതേ രീതി തന്നെയാണ് ഈ സദാചാര ഗുണ്ടായിസം എന്ന് പറയുന്നത്. ഏതെങ്കിലും ആണും പെണ്ണും നിൽക്കുന്ന സമയത്ത് അവിടെ വന്ന് വൃത്തികേട് പറയുന്നവന്മാരെ പോലെ റേഞ്ചേ ഉള്ളൂ നിങ്ങൾക്ക്. കുറച്ചും കൂടെയൊക്കെ ഒരു
ഒരു പക്വതയോടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കോടികൾ സമ്പാദ്യം ഉണ്ടായിട്ടും ഒരു ഭാര്യ മാത്രമുള്ളെങ്കിൽ അംബാനി കോന്തനാന്ന് പറയാൻ കോന്തനാണ്. പറ്റില്ല. അംബാനി കോന്തനാ. 13 വർഷം ജയശ്രീ മാത്രം പാർട്ണറായിരുന്നു കോന്തനാണോ? അംബാനി കോന്തനാ. അതിന് എനിക്ക് സംശയമൊന്നുമില്ല. കാരണം 5000 കോടി 50,000 കോടി കോടികൾ ഉണ്ടായിട്ട് ഒരു ഭാര്യ മാത്രമാണെങ്കിൽ അംബാനി കോന്തനാണെന്നുള്ളത് എനിക്ക് സംശയരഹിതമായ അറിവാ. 13 വർഷം ജയശ്രീ മാത്രമായിട്ട് ഇഷ്ടവും പ്രണയവും ലൈംഗികവും സ്വയം സമീപിക്കേണ്ടി വരുമോ? ഞാൻ അത് ഇയാൾ പറയുന്ന തരത്തിൽ എടുക്കാൻ ഞാൻ എടുക്കും. പക്ഷെ ഞാൻ 5000 കോടി ഉണ്ടാക്കത്തില്ല. അപ്പൊ പണം അംബാനിയുടെ അച്ഛന് എന്താണ് സ്ട്രോക്ക് വരെ വന്നിട്ടുണ്ട്. എന്തിനാ ഈ പണം ഉണ്ടാക്കാൻ. ഈ പണം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് അറിയാതാ. താൻ ഇനി എത്ര കോടി പണം ഉണ്ടാക്കിയാലും തനിക്ക് ഉപയോഗിക്കുന്നതിന് ഒരു ആഗ്രഹം. അംബാനിന്റെ അച്ഛൻ തൂറി കണക്കുണ്ടാവും. അത് ഭയങ്കര രസമുള്ള സംഗതിയാണ് കേട്ടോ. ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ പുള്ളിക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാധനയോടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ അങ്ങ് നാഗശികാന്തം എതിർത്ത് കളയും. നമുക്കത് കേൾക്കുമ്പോൾ യോജിക്കാൻ പറ്റുമോ? അബ്ദുൾ കലാം ഒക്കെ അങ്ങനെ ചെയ്തത് ശരിയല്ല, അയാൾ ഇങ്ങനെയാണ്, അംബാനി അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുത്തൊന്നുമില്ല. അവരൊക്കെ വലിയ വലിയ ആളുകളായിരിക്കാം നമ്മുടെ കൺമുൻപിൽ. കേട്ടോളുക, രസമുള്ളൊരു പരിപാടിയാണല്ലോ. നമ്മളെന്തിനാണ് ഒഫൻഡാവാൻ വേണ്ടി പോകുന്നത്? ഇപ്പോൾ അബ്ദുൾ കലാമിനെ പുള്ളി വിമർശിച്ചു. പുള്ളി മറ്റേ അതിരുകളില്ലാത്ത ലോകത്തിൻ്റെ ആ ഒരു സമാധാനമൊക്കെ ഇങ്ങനെ കാംക്ഷിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ പോരടിക്കാൻ വേണ്ടിയുള്ള ആയുധങ്ങൾക്കൊക്കെ സഹായകരമാവുന്ന സയൻസൊക്കെ ഡെവലപ്പ് ചെയ്ത ആളോട് ദേഷ്യം ഉണ്ടാവും. കേൾക്കുക, അങ്ങനെയുള്ള ആൾക്കാരെയും കേൾക്കുക. കേട്ടതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇങ്ങനെയുള്ള പല ആളുകളെ കേട്ടിട്ട് നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമ്മൾ ആർജിച്ചെടുത്ത അനലിറ്റിക്സ് സ്കില്ലുകൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുന്നത്. നമുക്ക് കേട്ടപടി തള്ളിക്കളയേണ്ട കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ അപ്പാടി നമ്മൾ തള്ളിക്കളയും, അടുപ്പിക്കില്ല. അങ്ങനെയുള്ളവന്മാരാരാണ്? ഒരാളുടെ ജീവനും ജീവിതത്തിനും അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മുഴുവനായിട്ട് അവകാശങ്ങൾ നിഷേധിക്കുന്ന, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ആളുകളാണ് നമ്മളങ്ങനെ തള്ളിക്കളയുന്നത്. ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചോയ്സ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ കേട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചോയ്സ് ആയിട്ട് ഒരു വ്യക്തിക്ക് എടുക്കാം. പക്ഷേ ഇയാൾ പറയുന്ന ഒരു കാര്യം ഒരു വ്യക്തി സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തിയാലും അയാൾ അത് പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ സമ്മതവും കൂടെ വേണം. ആ ഒരു കൺസെൻറ്റിനെ കുറിച്ചിട്ടും ഇവിടെ വളരെ വ്യക്തമായിട്ട് ആ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടും ഇദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ ഐഡിയോളജിയിൽ പറയുന്നുണ്ട്. ഇപ്പം മതമാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മറ്റേ കാക്കത്തോളജി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ബഹുഭാരിത്വം, അതേപോലെ തന്നെ അടിമഭോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതൊക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ എന്നാ സംഭവം? അതിനകത്ത് ഓട്ടോമാറ്റിക്കലി വരുന്ന ആ ഒരു സ്ത്രീ വിരുദ്ധതയുണ്ട്, ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട്. അതുകൊണ്ട് ചോദിക്കലും പറയലൊന്നുമില്ല, അടിച്ചങ്ങ് ഏൽപ്പിക്കും. ഇതുപോലുള്ള ആളുകളുടെ, മൈത്രേനെ പോലുള്ള ആളുകളുടെ ഐഡിയോളജികൾ അതെന്നൊക്കെ പറഞ്ഞാൽ വ്യക്തികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അല്ലാതെ അടിച്ചേൽപ്പിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റേ പേടിയുള്ളതുകൊണ്ടാണ്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും എന്താ പറയുക, ഇത്രയും പറയുന്ന ഐറ്റം ഇയാൾ ശരിക്കും എന്താ പറയുക, മറ്റേ ആ ശ്രീനിവാസന്റെ ഒരു സിനിമല്ലേ, ശ്രീനിവാസൻ ശബരിമല പോയി തിരിച്ചു വരും, കമ്മിറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല, അധ്വാനിക്കാൻ വയ്യ, ലോകത്ത് ആർക്കും ഇല്ലാത്ത കുറെ കോൺസെപ്റ്റ് കൊടുത്ത് തലയിൽ വെച്ചിട്ട് അതിങ്ങനെ ശബ്ദിച്ച് കളയണം. ടു ബി ഹോണസ്റ്റ്, ഇയാളെ ഫാൻസ് ആയിട്ട് ഇരിക്കുന്നവരൊക്കെ ലഹരിയെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നവർക്ക് ആ ടീംസിന് ഇയാളെ പറ്റും. വെറും ബ്ലണ്ടറാണ്, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇയാൾക്ക് പോസിബിൾ ആവും. കാരണം എന്താ അറിയോ, ഇയാൾ ഒരു കുടി മടിയാനാണ്, പണിയെടുക്കാൻ വയ്യ, ഇയാൾക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വയ്യ. അതുകൊണ്ട് എന്ത് ചെയ്തു, പാർട്ണറെ ഒഴിവാക്കി, കുട്ടീനെ ഒഴിവാക്കി. ഇയാൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വയ്യാത്തതുകൊണ്ട് ബാക്കിയുള്ള ആളുകളുടെ ചോദ്യം കേൾക്കുമ്പോൾ ഇയാൾ പ്രവോക്ഷൻ. സത്യത്തിൽ അയാൾ എന്താ വെച്ചാൽ ഭാര്യനോട് അല്ലെങ്കിൽ പാർട്ണർ കൂടെ ഇത്രയും കാലം ജീവിച്ചത് ഞാൻ ഉണ്ടിറങ്ങി ജീവിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കായിരിക്കും. ഫുഡൊക്കെ ഇതാക്കാൻ വേണ്ടി ഇയാൾ രാവിലെ ഒരു ടീഷർട്ട് ഇട്ട് മീശിറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ മാത്രമേ. ഈ മൈത്രേൻ വായ്ത്താളം അടിച്ച് മാത്രം ജീവിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നതൊക്കെ കേൾക്കാൻ വളരെയധികം രസമുണ്ട്. കുഴപ്പമൊന്നുമില്ല, നമ്മളൊന്നും ഇങ്ങനെ വായ്ത്താളം അടിക്കാത്ത ആൾക്കാരാണല്ലോ. പല രീതിയിൽ വായ്ത്താളം അടിക്കാം. ഇപ്പം ഞാൻ ഡെയിലി വന്നിട്ട് ഒരു വായ്ത്താളം അടിക്കാറുണ്ട്. അതിനകത്ത് എത്രത്തോളം വായ്ത്താളം ഉണ്ട്, എത്രത്തോളം കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ എല്ലാ ദിവസവും ശ്രദ്ധിക്കാറുണ്ട്. പുതുതായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാറുണ്ട്. യാതൊരുവിധ കണ്ടന്റും ഇല്ല, റിസർച്ചും ഇല്ല, വെറുതെ വായ്ത്താളം ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ടുള്ള ആളുകളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ട് മൈത്രേൻ വെറുതെ വായ്ത്താളം അടിച്ചിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നത് സബ്സ്റ്റാൻഡേർഡ് ആരോപണമാണ്. ഒന്നാമത്തെ കാര്യം, മൈത്രേൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിലൊക്കെ ഇടപെട്ട് തുടങ്ങിയത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയൊക്കെ വരുന്നതിന് മുന്നേ തന്നെയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സമീപന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, TV ചാനലുകളിലോ ചർച്ചകളിലോ ഒന്നും അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹം നമ്മളെപ്പോലുള്ള ആളുകളുടെയൊക്കെ വേദികളിൽ വന്ന് സംസാരിച്ചിട്ട് തന്നെയാണ് അറിയപ്പെട്ടത്.
അദ്ദേഹത്തിന് TV ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ടാണോ? അയാളൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അയാൾ പോകാറില്ല. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പം രവീന്ദ്രനൊക്കെ വൻ പരിപാടി, മറ്റേ എസൻസ് ഗ്ലോബൽ വൻ പരിപാടി നടത്താറുണ്ട്, യുക്തിവാദികളുടെ സമ്മേളനം. അപ്പോൾ അങ്ങനെ ഉള്ള ഇടങ്ങളിൽ ഇയാളെ കുട്ടിഘോഷിച്ചിട്ട് പോകാനായിട്ടോ ഇയാൾ കുട്ടിഘോഷിക്കപ്പെട്ട അങ്ങടേക്ക് പോകാനായിട്ടോ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഓരോ ആളുകൾ വ്യത്യസ്ത മനുഷ്യന്മാരാണ്. ഇപ്പോൾ രവീന്ദ്രനെ ഞാൻ ധാരാളമായിട്ട് കേൾക്കാറുണ്ടായിരുന്നു. ഇപ്പം മൈത്രേനെ കേൾക്കും. ഇതിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ, കേൾക്കും. ഇതൊന്നും അല്ലാത്ത ഒരിടത്തും ചേരാത്തൊരു വ്യക്തിയാണെങ്കിൽ മറുനാടൻ, അയാളെ ഞാൻ കേൾക്കും. എന്താണ് നാട്ടിലെ പുതിയ കുത്തിത്തിരിപ്പുകൾ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമല്ലോ. ചിലതൊക്കെ നമ്മൾ എടുക്കും. TG മോഹൻദാസ് ഒന്നാം തരം കറകളഞ്ഞ ഒരു വർഗീയ മനോഭാവമുള്ള ചങ്ങായിയാണ്, കേൾക്കും. രാഷ്ട്രീയപരമായിട്ട് പുള്ളി വല്ല കാര്യങ്ങൾ പറയുമ്പോഴത്തേനും നമ്മളൊന്ന് സൂക്ഷിച്ച് കേൾക്കണം. കാരണം പുള്ളിക്ക് വേണ്ട രീതിയിൽ പുള്ളി ചിലതൊക്കെ അങ്ങോട്ട് വിഴുങ്ങും, സംഘമനോഭാവം ഉള്ളതുകൊണ്ട്. അങ്ങനെയുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എല്ലാവരും കേൾക്കുക, വേണ്ടത് എടുക്കുക. കഴിഞ്ഞിടയ്ക്ക് ഏറ്റവും എനിക്ക് ഒത്തിരിയധികം ഇൻഫോർമേറ്റീവായിട്ട് ഒത്തിരിയധികം കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റിയത് ഫസൽ ഗഫൂറിൻ്റെ സഫാരിയിലെ പ്രോഗ്രാം കണ്ട സമയത്താണ്. അതേപോലെ MN കാരശ്ശേരിയുടെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ കുറേ ഐഡിയ നമുക്ക് കിട്ടും. കോഴിക്കോടിൻ്റെ ചരിത്രം, വടക്കിൻ്റെ ചരിത്രം, തെക്കിൻ്റെ ചരിത്രം എല്ലാം നമുക്ക് കിട്ടും. അതിനിടയ്ക്ക് ഫിലോസഫി പറയുന്ന ആൾക്കാരുണ്ടാവും. ഡ്രഗ് ഉപയോഗിച്ച് ഡ്രഗ് വിൽപ്പന നടത്തി ആ ഒരു ഡ്രഗ് ബാക്കിയുള്ള ആൾക്കാർ ഉപയോഗിക്കണമെന്ന് പ്രേരിപ്പിക്കുന്ന ആൾക്കാർക്ക് ഒരു വിഷയവുമില്ല. ഇത് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡ്രഗൊന്നും ഉപയോഗിക്കാത്തൊരു വ്യക്തി, അത്രയധികം സ്വാതന്ത്ര്യബോധത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തി, എന്നാൽ അതൊന്നും ഉപയോഗിച്ച് ശരീരത്തെയോ അല്ലെങ്കിൽ മനസ്സിനെയോ നശിപ്പിക്കാത്ത ഒരു വ്യക്തി, അതിൽ ചില മാർഗങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന് കേട്ട് നോക്കടേ. ഇതൊക്കെ എന്ത് ചിലവുള്ള കേസ് വല്ലതും ആണോ? ഇനിയും കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എൻ്റെ ക്യാമറയുടെ ബാറ്ററി തീർന്നതുകൊണ്ട് ഞാൻ ഈ ഒരു പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.